അങ്ങനെ ഒരാറ്റം യുദ്ധത്തിന്റെ ഭീതിയിൽ ലോകം നിൽക്കുമ്പോൾ മറുവശത്ത് നോക്കിക്കേ, മിക്ക രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാർക്കും പ്രധാനമന്ത്രിമാർക്കും സേനാനായകന്മാർക്കും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും തലവേദനയുള്ള ഒരു വിഷയമുണ്ട്. പരിഹാരം കാണുവാൻ ഒരു രാഷ്ട്ര തലവനും സാധിക്കുന്നില്ല. അതിഭയങ്കരമായ ഒരു വിഷയമുണ്ട്. ലോകത്തിൽ തീവ്രവാദികൾ പെരുകുന്നു. ടെററിസം ചെറിയ കൂട്ടരല്ല. സ്വന്തമായ ഹെലികോപ്റ്ററും AK-47 റൈഫിളും കനത്ത ബാങ്ക് ബാലൻസും ഓഫീസുകളുമുള്ള തീവ്രവാദികൾ ലോകം മുഴുവൻ പെരുകി കഴിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും ഒരു തീവ്രവാദിയെ ഒറ്റയ്ക്ക് വെടിവെച്ചു എന്ന് കേൾക്കുന്നതല്ലാതെ അമേരിക്കൻ പ്രസിഡന്റ് ബുഷിനോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കോ ഇംഗ്ലണ്ട് പ്രധാനമന്ത്രിക്കോ ഒന്നും തീവ്രവാദം പറിച്ചു കളയുവാൻ സാധിക്കുന്നില്ല. ഈ ആധുനിക സംവിധാനങ്ങളും ഉപകരണങ്ങളും കയ്യിലുണ്ടായിട്ടും തീവ്രവാദികളുടെ പിടിയിൽ നിന്നും വിടുതല കിട്ടുന്നില്ല. എന്താ കാര്യം? ആർക്കും സാധിക്കത്തില്ല. തീർത്ത് ഞാൻ പറയാം, വചന നിവൃത്തിയ. ഈ തീവ്രവാദികൾ അങ്ങനെ പെരുകുവാൻ കാരണം എന്താണെന്ന് അറിയാമോ? അവരുടെ നേതാവ് പുറകെ വരുന്നു. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ കാണാം, വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു. ആരാണ് ഈ ലോകത്തിന്റെ പ്രഭു? ദൈവദാസന്മാരുടെ ഭാഷയിൽ എതിർ ക്രിസ്തു. എതിർ ക്രിസ്തുവിന്റെ പടജനം. നോക്കിക്കേ, ഇന്ത്യൻ പ്രധാനമന്ത്രി പാമ്പാടിയിൽ വരികയാണെങ്കിൽ 3 ആഴ്ചകൾക്ക് മുമ്പേ, 1 മാസത്തിന് മുമ്പേ പോലീസ് ഈ പാമ്പാടി കസ്റ്റഡിയിലെടുക്കും, നിരീക്ഷണം തുടങ്ങും. ഇതുപോലെ 7 വർഷക്കാലം ഈ ലോകം തകർത്തു ഭരിക്കുവാൻ സാത്താൻ വരുന്നതിന് മുന്നോടിയായി അവന്റെ ആളുകൾ, നോക്കിക്കേ, ആരാണ് തീവ്രവാദികൾ? വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം. പടയല്ല, ജനം പടയായത്. ഈ ലോകത്തിൽ കേരളത്തിലും വടക്കേന്ത്യയിലും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഗൾഫിലും നിരന്ന് കഴിഞ്ഞു എങ്കിൽ എന്റെ പ്രിയന്റെ വരവടുത്തു. തീവ്രവാദികൾ ലോകത്തിൽ നിരന്നു കഴിഞ്ഞു. അവരെ നിയന്ത്രിക്കുവാൻ ആർക്കും സാധിക്കത്തില്ല. മറുവശത്ത് നിങ്ങൾ നോക്കിക്കേ, ലോകരാഷ്ട്രങ്ങളിലെല്ലാം പൊളിറ്റിക്കൽ ഇറിറ്റേഷൻസ്. എല്ലാ രാജ്യവും ഭരിക്കുന്നത് പ്രഗത്ഭന്മാരാ. എന്നാൽ രാഷ്ട്രീയ അസ്വസ്ഥതകൾ, അസ്ഥിരതകൾ. അർത്ഥം, ഇന്നത്തെ ഭരണങ്ങളിൽ ലോക ജനത തൃപ്തിപ്പെടുന്നില്ല. വേറെ എന്തിനോ ആർക്കോ വേണ്ടി ലോകം ദാഹിക്കുന്നു. Praise the Lord. ഇന്നത്തെ ഭരണകൂടങ്ങളെല്ലാം നല്ല വിദ്യാഭ്യാസമുള്ളവരും കഴിവുള്ളവരുമാണ്. എന്നാൽ എന്തോ ലോക ജനതയ്ക്കൊരു മടുപ്പേ. എവിടെ ചെന്നാലും അസ്വസ്ഥകളും അപസ്വരങ്ങളും ആരോപണങ്ങളുമാ. അതിന്റെ അർത്ഥം, മനുഷ്യർ ഇന്നത്തെ ഭരണരീതി മടുത്തെങ്കിൽ വേറെ ഒരുവൻ പുറകെ വരാൻ പോകുന്നു. മറുവശത്ത് നിങ്ങളൊന്ന് നോക്കിക്കേ. പ്രൈസ് ദി ലോർഡ്. ഈ മനോഹരം എന്ന് പറയുന്ന ലോകത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, കാലാവസ്ഥ കലിതുള്ളി നിൽക്കുന്നു. 98.5 ഡിഗ്രി ചൂടിൽ ശരീരമുള്ള മനുഷ്യർ ഈ ഭൂമിയിൽ താമസിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ കാലാവസ്ഥ മാറിക്കഴിഞ്ഞു. വേറെ ഒരു വസ്തു നിങ്ങൾ നോക്കിക്കേ, കടലിന്റെ ഇരമ്പൽ. രാജ്യങ്ങൾ കോടിക്കണക്കിന് ഡോളർ ചെലവാക്കി മിഷനറീസ് സ്ഥാപിച്ചു കഴിഞ്ഞു കടലിനെ ഭയപ്പെട്ടെ. ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർ ശക്തമായ സുനാമി പ്രതീക്ഷിക്കുന്നു. മറുവശത്ത് നിങ്ങൾ നോക്കിക്കേ, ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ ഏത് സമയത്തും മിണ്ടുകീറുന്ന ഭയങ്കരമായ ഒരു ഭൂകമ്പത്തിന് ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഏത് സമയത്തും ഏറ്റവും ശക്തമായ ഭൂകമ്പം ഇന്ത്യയിലും ഏഷ്യയിലും വരാൻ പോകുന്നു. ഇതെല്ലാം ഞാൻ ആദ്യം പറയുകയാണ്, പുറകെ ഇതിന്റെ വിശദീകരണങ്ങളുണ്ട്. മറുവശത്ത് നോക്കിക്കേ, സമ്പദ്ഘടന പൊട്ടിപ്പോയി. ബിസിനസ് നടത്തുന്ന സഹോദരന്മാർ ഇതിനകത്തുണ്ട്. അവർക്കറിയാം, ബിസിനസ്സുകൾ കൂമ്പുകുത്തുന്നു. രാജ്യങ്ങൾ കടക്കണിയിൽ, വ്യക്തികൾ കടക്കണിയിൽ. എക്കണോമിക്കൽ ക്രൈസിസ്, സമ്പദ്ഘടനയുടെ തകർച്ച വ്യക്തികളെ, ബിസിനസ്സുകാരെ, കുടുംബങ്ങളെ, ഗവൺമെന്റിനെ വരെ ബാധിച്ചു കഴിഞ്ഞു. ബാങ്കുകൾ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്നു. പ്രശസ്തമായ കമ്പനികൾ തകരുന്നു. ഇന്ത്യയുടെ ഒരു നല്ല ഭാഗം പോലും വിലയ്ക്ക് മേടിക്കാൻ ആസ്തി ഉണ്ടായിരുന്ന എൻറോൺ
ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി. ഒരു കാലത്ത് ടൈറ്റാനിക് തകരത്തില്ലെന്ന് പറഞ്ഞ പോലെ ഉറപ്പുണ്ടായിരുന്ന എൻറോൺ പൊട്ടിപ്പോയിട്ട് അതിന്റെ ചെയർമാൻ ആത്മഹത്യ ചെയ്തു. സമ്പദ്ഘടന തകരുന്നു. ചിലതിന്റെ ഉത്തരം കൂടെ ഞാൻ പറഞ്ഞു പോകട്ടെ. എന്തുകൊണ്ട് സമ്പദ്ഘടന തകരുന്നു? നിങ്ങളുടെയോ എന്റെയോ കയ്യിൽ 500-ന്റെയോ 1000-ന്റെയോ കറൻസി കാണും, ഇല്ലേ? 10,000-മോ 20,000-മോ 30,000-മോ വരവ് കാണും. പക്ഷെ തികയുന്നുണ്ടോ? ചിലവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ? എന്തേ കാരണം? ലോകത്തിന്റെ സമ്പദ്ഘടന ഒരുത്തന്റെ കയ്യിലോട്ട് ചെന്ന് വീഴാൻ പോകുന്നു. ചെറിയ കടകൾ മുതൽ മെഡിക്കൽ കോളേജ് വരെ മരുന്ന് കിട്ടും. മെഡിക്കൽ സയൻസ് പുരോഗമിച്ചു. അവയവങ്ങൾ മറിച്ചു നടുന്നു. ഹാർട്ട് അറ്റാക്കിനോടെ സ്ഥിരം യാത്ര പറയിക്കാൻ നോക്കുന്നു. ക്യാൻസറിനെ ഒതുക്കാൻ നോക്കുന്നു. എങ്കിലും എല്ലാവരും തന്നെ രോഗികൾ. ഈ ലോകം രോഗികളുടെ ഒരു കൂടാരമായി മാറി. എന്റെ പ്രഭാഷണം കേൾക്കുന്നവരിലും ഒരു രോഗവുമില്ല എന്ന് സാധാരണഗതിയിൽ ആരും പറയത്തില്ല. എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഇല്ലാത്ത ഒരാൾ ഇവിടെ ഇല്ല. ഇത് പാപം നിമിത്തമല്ല, സംഗതി നമുക്കിവിടെ ജീവിക്കാൻ മേലാത്ത സിസ്റ്റമായി. രോഗത്തിന് പല കാരണങ്ങളുണ്ടെങ്കിലും മുഖ്യമായ കാരണം നമുക്കിവിടെ ജീവിക്കുവാൻ സാധിക്കത്തില്ല ഒരു മനുഷ്യർക്കും. ഈ ലോകം രോഗികളുടെ കൂടാരമായി. മറുവശത്തെ കുടുംബജീവിതങ്ങൾ തകരുന്നു. വിവാഹമോചനത്തിൽ ചെന്ന് കയറുന്നു, ഇല്ലേ? തകർന്ന കുടുംബജീവിതത്തിന്റെ സ്വപ്നങ്ങളുമായി എത്ര പെൺകുട്ടികൾ വീടുകളിൽ. മറുവശത്ത് മനുഷ്യൻ മൃഗങ്ങളെക്കാൾ ഹീനമായ സ്വഭാവമായി മാറി. ചന്ദ്രനിൽ പോയി എന്ന് അഭിമാനിക്കുന്നവൻ, കടലിലിറങ്ങിയെന്ന് പറയുന്നവൻ, ചൊവ്വയിൽ കാലുകുത്താൻ തയ്യാറാകുന്ന മനുഷ്യൻ മൃഗങ്ങൾ ചെയ്യാത്ത ധാർമ്മിക ഹീന പ്രവൃത്തികൾ ചെയ്യുന്നു. എന്തേ ഇതിന്റെ കാരണം? ഈ പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമല്ലേ? എന്താണ് കാരണം? അത് പറയുവാൻ പോവുകയാണ്. ഓടിച്ചല്ല ഞാൻ പറയുന്നത്. വളരെ ലളിതമായി വിശദീകരിച്ച് സംസാരിക്കാനാണ് 4 ദിവസം ദൈവദാസന്മാർ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ സിസ്റ്റം ഇവിടെ മാറാൻ പോവുകയാണ്. കർത്താവിൽ ആശ്രയിച്ച് തിരുവചനത്തിൽ കൂടി അനുകാല സംഭവത്തിൽ കൂടി ഞാനത് തെളിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ സിസ്റ്റം ഇവിടെ മാറും. കരങ്ങളെ ഒരു ദൈവത്തെ സ്തുതിച്ച്. ഈ സിസ്റ്റം ഇവിടെ മാറും. ലോകത്തിൽ നിരവധി സൃഷ്ടികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയുടെ പേരാണ് മനുഷ്യൻ. മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? 3 തരത്തിൽ ജീവനുള്ള സിസ്റ്റം ഇവിടെ ഉണ്ട്. 1 പ്ലാന്റ് കിങ്ഡം, 2 ആനിമൽ കിങ്ഡം, 3 ഹ്യൂമൻ കിങ്ഡം. പ്ലാന്റ് കിങ്ഡം ജീവനുണ്ടെങ്കിലും യാതൊരു നേച്ചറും ഇല്ല. ഒടിച്ചിട്ടാൽ വെട്ടിയാൽ അത് തീർന്നു. ആനിമൽ കിങ്ഡം മക്കളോട് സ്നേഹമുണ്ട്. പശുക്കൾക്കും മറ്റു മൃഗങ്ങൾക്കും പക്ഷികൾക്കും എത്ര നാൾ പീരിയോഡിക്കൽ അഫെക്ഷൻ. ഒരു പശു പ്രസവിച്ചാൽ ആ കിടാവിനോടുള്ള സ്നേഹം 8-9 മാസം മാത്രം. അടുത്ത പ്രസവത്തിന് ശരീരത്തിൽ ഹീറ്റിംഗ് ആയി കഴിയുമ്പോൾ അതുവരെ പാല് കൊടുത്ത കിടാവിനെ കുത്തി ഓടിച്ച് ബന്ധം വിടും. ഇല്ലേ? എന്നാൽ മനുഷ്യനോ? മക്കൾ, കൊച്ചുമക്കൾ, ചേട്ടൻ, ചേട്ടത്തി, അനിയൻ, അളിയൻ, അയൽക്കാരൻ എങ്ങനെ വന്നു? മനുഷ്യന്റെ പ്രത്യേകത സ്വന്തമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും നൂതനമായ സംഭവങ്ങൾ